സോ ഗുഡ് മോർണിംഗ്. നമ്മള് എന്താ തിരിച്ചു പോവാണ്. നമ്മള് ചോട്ട പ്രിൻസസിലേക്ക് പോകണം. സെയിം നമ്മളെ എല്ലായിടവും വാൻ എടുക്കുക. ഇതൊരു വാൻ മാർക്കറ്റ് ആയിരുന്നു. കോയിൽ കാണുന്ന ഇവിടുത്തെ പബ്ലിക് മാർക്കറ്റ് എന്നാണ് വാൻ ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെ കൊണ്ട് വിട്ടുതരാം. നമ്മൾ അവിടുന്ന് എന്താ പറയാ ട്രൈസൈക്കിൾ എടുത്തുകൊണ്ട് നമ്മൾ ഹോസ്റ്റൽസിലേക്ക് പോകാൻ. കാരണം നമ്മൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന ഏരിയ ഒരു ഫുള്ള് സ്ട്രീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് വേറെ വണ്ടിയൊന്നും കടത്തി വിടില്ല. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബൈക്ക് പോകാൻ പറ്റും. അവിടെ എടുക്കണം. സോ രാവിലെ ഞാൻ വെക്കേറ്റ് ചെയ്ത് ആദ്യത്തെ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റു. അതൊരു 8 മണിക്കുള്ളതാണ് എടുത്തത്. കാരണം നമ്മൾ ഇൻ കേസ് നമ്മളൊരു 3 മണി 4 മണിക്ക് അവിടെ എത്തും. അടുത്ത പിന്നെ 10 മണിക്കൊക്കെ ഉണ്ടാവാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് നോർമലി അവരുടെ അടുത്ത് വില പേശിയോ എടുത്തിട്ടൊക്കെ പോവാം. പക്ഷെ അവരിങ്ങനെ ആളെ വെയിറ്റ് ചെയ്ത് കുറെ ആളായിട്ടേ പോകുള്ളൂ. അപ്പൊ നമുക്കത് ചിലപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഒക്കെ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഉണ്ട്. പ്രോപ്പർ ഷോപ്പുകളിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വരെയായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് എടുക്കാം. പല ഓപ്ഷൻസും ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ദയർ അറൌണ്ട് 3-4 o'clock മുമ്പ് എന്തായാലും എത്തും. സോ കുറച്ച് ലോങ് ജേർണിയാണ്. സെബു എത്തിയിട്ട് സെബുവിന്റെ രാത്രി തന്നെ മോൾബോളിലേക്ക് പോകണം. നട്ടപാതിര നമുക്ക് അവിടെ എത്താൻ. ഹോപ്പ് എവറിത്തിങ് വിൽ ബി ഫൈൻ. സോ നമ്മള് എയർപോർട്ടിലെത്തി. ക്യോട്ടോ പ്രിൻസസ് എയർപോർട്ടിന്റെ ഡിപ്പാർച്ചറിലേക്ക് നല്ല ക്യൂ ആണ്. മെല്ലെ മെല്ലെ നടന്നു കയറണം. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വളരെ നേരത്തെ എത്തി. ഓൾമോസ്റ്റ് നമ്മൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂറിന് മേലെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി. എന്നിട്ട് നമ്മളൊരു 1:30 ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തി. സോ ഇന്ന് രാവിലത്തെ ട്രാക്കും കാര്യം ഉണ്ടായില്ല. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ ആരും വെയിറ്റ് ചെയ്തില്ല. ഓൾമോസ്റ്റ് നമ്മൾ എയർക്ക് കയറി ഇരുന്നിട്ട് 1:30 ആയപ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തി. സോ അന്ന് പോയ പോലെ അന്ന് നമ്മൾ 3:30 കയറിയിട്ട് ഓൾമോസ്റ്റ് 10:30 നമ്മൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. റിസ്ക് എടുക്കണ്ട, എന്തായാലും എപ്പോഴും നേരത്തെ വരാം. എയർപോർട്ടിൽ കുറച്ച് നേരം ഇരിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പോകാനുള്ളത് സെബുലേക്കാണ്. നമ്മൾ ചെക്ക് ചെയ്ത് ഉള്ളോട്ട് എത്തി. ചെറിയ ലഗേജ് കൂടുതലായിരുന്നു. പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി ഞാൻ അവിടെ ഉള്ളിൽ വന്ന് നിസ്കാര റൂമും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇത് നമുക്കറിയാം ഓൾമോസ്റ്റ് മുസ്ലിംസ് വളരെ കുറവുള്ള രാജ്യമാണ്. സോ അതിനുള്ള സൗകര്യങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കൺസേൺ അങ്ങനെയാണ്. ഏതായാലും ഇപ്പൊ ഒന്ന് ലേറ്റ് ആയില്ലേ, നമുക്ക് സൗകര്യമില്ല, നമുക്ക് പിന്നെ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ നിസ്കാരം ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു മാറ്റ് വെക്കാം, നമുക്ക് എയർപോർട്ടിൽ ഇട്ട് നിസ്കരിക്കാം. പക്ഷെ അവിടെ ഒന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ മുസ്ലിം ആയിരുന്നു. അപ്പൊ ആനെണ്ണ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളി കാണിച്ചു തന്നു. പിന്നെ എടുക്കാനുള്ള സൗകര്യം സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ട് അവൻ പോയത്. അപ്പോ ഒരു നല്ല എക്സ്പീരിയൻസ് ആയി. കാരണം ഞാനിവിടെ ഈവൻ കസ്റ്റംസിലും മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെ സൗകര്യം ഉണ്ട്, ഉള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് യാത്രയിലുണ്ട്. യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ നമ്മളതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മള് പാർട്ടിയിലോ പബ്ബിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ നല്ല രീതിയിൽ നാച്ചുറലൊക്കെ എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കിബില ഫൈൻഡർ ആണ്. ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ എത്തിയിട്ട് പ്ലെയർ റൂം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിബില ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. കിബില ഫൈൻഡർ ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ മനസ്സിലാവും. നമ്മൾ റൂമിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമോട് നിസ്കരിക്കുക. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക. പിന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുക. നമ്മുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് വേറെ രീതിയിലുള്ള ആചാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുക. അവരുടെ വിശ്വാസം കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. എന്നൊക്കെ അതൊക്കെയാണ് നമ്മൾ യാത്രയിലൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യം. അസ്സലാമു അലൈക്കും. യുവർ നെയിം? മോത്തരണ്ട. മാഷാഅല്ലാ, താങ്ക് യു. സെവനായിരുന്നു നമുക്ക് ഇതെല്ലാം കാണിച്ചു തന്നെ. സോ ഇവിടെ ഈ സൂപ്പ് ഉണ്ട്. ഞാനൊരു ബീഫിന്റെ ബർഗർ വാങ്ങി. എന്റെ കൂടെ എനിക്കൊരു സൂപ്പ് തന്നെ. ഹായ്. ഓക്കെ, സോ സൂപ്പ് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. മഷ്റൂം സൂപ്പാണ് കേട്ടോ. 175 എങ്ങനെയാണ് ബർഗറിനായിട്ടുള്ളത്. സോ ലെറ്റ്സ് ഹാവ് ഒരുപാട് ടൈം ഉണ്ട്, വെയിറ്റ് ചെയ്യണം. അങ്ങനെ 1.5 മണിക്കൂർ ഡിലേ ആക്കി. നമ്മൾ 6:30 പോകേണ്ടത് 8 മണിയായി. എന്റെ എല്ലാ പ്ലാനും തെറ്റി. കാരണം അവിടെ എത്തി കഴിഞ്ഞാൽ എനിക്ക് 9 മണിക്ക് ലാസ്റ്റ് ബസ് ഉണ്ടായിരുന്നു മോൾബോളിലേക്ക്. 12 മണിക്ക് അവിടെ എത്താം. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ല. അവിടെ എത്തിയിട്ട് ബസ് ടൈമിങ് നോക്കണം. 12 മണിക്കൂറുണ്ട് രക്ഷപ്പെട്ട്. എന്നാലും ഉറക്കം പോയി ഹോസ്റ്റലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല. സോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയി. ലെറ്റ്സ് സീ. Vlogger. Yeah. Yes, this is Albert. Albert from Cebu. അപ്പോ നമ്മള് 1.5 മണിക്കൂർ ലേറ്റ് ആയ ഫ്ലൈറ്റ്. അതുകൊണ്ട് നമ്മളെ ബസ് പോയിട്ടുണ്ടാവോ എന്നുള്ള പേടിയിലാണ്. 9 മണിക്കാണ് ലാസ്റ്റ് ബസ് പറഞ്ഞത്. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 9 മണിയായി. പക്ഷെ എല്ലാ എയർപോർട്ടാട്ടോ മൈൻഡിൽ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെൽവാണ് അത്യാവശ്യം ഇവിടുത്തെ മെയിൻ എയർപോർട്ട് എന്ന് തോന്നുന്നത്. കാരണം അവിടെ വന്ന്
ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റ് കാര്യങ്ങൾ പോകുന്നുണ്ട്, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ മുമ്പ് ബുക്ക് ചെയ്ത് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അത് ബുക്ക് ചെയ്ത് അപ്പം തന്നെ ആളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ കയറി. അപ്പോൾ അവൻ ഡയറക്റ്റ് മോൾബോളിലേക്ക് 3500 2500 കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബസ് കിട്ടാനാണ് ഏറ്റവും ചീപ്പ്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകുന്നതൊക്കെയാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് അത്യാവശ്യം നല്ല എമൗണ്ടായി മാറും. KSLC ബസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഹായ്, അപ്പൊ നമ്മൾ അവിടുന്ന് എടുത്ത ടാക്സി നമ്മളിപ്പോ ഇവിടെ വിട്ടു തന്നു. ഓൾമോസ്റ്റ് 430 പെസോ ആയി. അരമണിക്കൂർ നമ്മൾ ഓടാനുണ്ടായിരുന്നു, 35 മിനിറ്റ് ഓടി. ഇവിടെ എത്തിയപ്പോഴേക്ക് ഈ 10 മിനിറ്റ് മിസ്സായെന്ന് തോന്നുന്നത്. ഞാൻ 209 പെസോ ആണ്. അതാ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് ഇങ്ങനെ കൗണ്ടറിൽ നിന്ന് എടുക്കണം. 209 പെസോക്ക് AC ബസ്സാണ്. നമുക്ക് മോൾബോളിലേക്ക് 3 to 4 മണിക്കൂർ എടുക്കും. പക്ഷെ നമ്മൾ ഭയങ്കര 2 മണി 3 മണി സമയത്തായിരിക്കും മിക്കവാറും അവിടെ എത്താം. അതൊരു ബുദ്ധിമുട്ടാണ്. സോളോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റിസ്കെല്ലാം എടുത്ത് പോകുന്നത്. നിങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോയാൽ മതി. പക്ഷെ നമുക്ക് രാവിലെ അവിടെ ആക്ടിവിറ്റീസ് സമയമൊക്കെ മിസ്സാവുന്നതുകൊണ്ട് നമുക്ക് എന്നെ റൂം എടുക്കുന്നത് നഷ്ടമാണ്. സോ അതുകൊണ്ട് ആണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. സോ 209 ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുറത്തുനിന്നും ബസ് കിട്ടും മോൾബോളിലേക്ക്. എത്ര പ്രൈസ് ഒന്നും അറിയില്ല. ഞാൻ ഒഫീഷ്യൽ ബസ് എടുത്ത 200 ഉള്ളൂ. ഇത് 300-400 ആയിരിക്കും. കുറച്ചുകൂടി ചിലപ്പം പെട്ടെന്ന് എത്താനും മതിയാവും. ബട്ട് സ്റ്റിൽ വി ടിക്കറ്റ് ബൈഡ് ഓൾറെഡി. ഈ ബൈക്കിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇവിടെ ബൈക്ക് റൈഡ് കൊടുക്കുന്ന ആൾക്കാരാട്ടോ. അതെ, നമുക്ക് ഒരിടത്ത് ഇവിടെ ബാക്കി കയറിയിട്ട് ടാക്സി പോലാണ്. നമ്മള് എന്താ പറയാ, നമുക്ക് 11 മണിക്കാണ് ബസ്. സോ അതിന്റെ ഗ്യാപ്പിൽ ഞാൻ മക്ഡൊണാൾഡ്സ് ഉണ്ട്, ജോളിബി ഉണ്ട്. പക്ഷെ ഫിലിപ്പീൻസിന്റെ സ്വന്തം സാധനമാണ് ജോളിബി. കാരണം അതാ ഇത്രയും സ്ഥലത്തുണ്ട്. നമ്മളെ ദുബായിലൊക്കെ ഉള്ള സാധനമാണ്. അപ്പൊ ഇവരെ മെയിൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിക്കൻ ജോയ്, ഒരുപാട് സ്ഥലത്ത് ജോളിബി കണ്ടിട്ടുണ്ടാവും ഫിലിപ്പീൻസിൽ. അപ്പൊ ഞാൻ ഫിലിപ്പീൻസിൽ വന്നിട്ട് ജോളിബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നാണ്. പക്ഷെ നമുക്ക് ബസ്സിന്റെ ടൈം വെച്ചാൽ ചില സാധനങ്ങളൊക്കെ തീർന്നു, സ്പഗറ്റി ഒക്കെ തീർന്നു, ഇല്ലാന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് ആ ഒരു ചിക്കൻ വിത്ത് റൈസ് എടുത്തിട്ട് പോവാണ്. ടൈം ഇതോ. So this one you have sauce? Yes, we have sauces. Okay. Okay, bye. Already there. Okay. അപ്പൊ ഓരോ സാധനം എടുത്തു. നമുക്ക് സാധനം പെട്ടെന്ന് തന്നെ കിട്ടി. നമുക്ക് 11 മണിക്ക് തന്നെ ബസ്സുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ പോയി കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ജോലി തന്നെ ഉണ്ട്. അത് ഒരുപാട് സ്ഥലത്തുണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ മോൾബോളിലേക്കുള്ള ബസ് കേട്ടോ. ഓൾമോസ്റ്റ് എടുക്കാനായി. ടൈമിനെടുക്കുക, എത്ര ടൈമിനെടുക്കും അവിടെ എത്താന്ന് അറിയില്ല. ബാത്തോ വിയ ബറാലിയാണ്. സോ നമുക്ക് ബസ്സിലേക്ക് കയറാം. ഹായ്. സീറ്റുകളൊന്നും അത്ര പോരട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആള് കുറച്ച് കുറവാണ്. ലാസ്റ്റ് ബസ് കേട്ടോ. എന്നോട് 9 മണിക്ക് ലാസ്റ്റ് ബസ് പറഞ്ഞു. പക്ഷെ 11 മണിക്കാണ് ലാസ്റ്റ് ബസ്. ബസ് എന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇതാണ് ആ ചിക്കനും റൈസും സോസ് തരാനുള്ള സോസ് തന്നില്ല. ഒരു ടിപ്പ് ഉണ്ട്, ഗാർലിക് ടിപ്പ് ഉണ്ട്, പിന്നെ ഒരു കോള. അപ്പൊ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് പോവാണ്. ഇവിടുന്ന് ബൈസിക്കിൾ എടുക്കണമെന്നില്ല. നേരത്തെ കാണിച്ച പോലെ ബൈക്ക് ടാക്സി ഉണ്ട്. ബൈക്ക് ടാക്സി കയറി പോകാൻ പറ്റില്ല. സോ നമ്മൾ ആക്ച്വലി നേരത്തെ എത്തിയല്ലോ, 2 മണിക്കാണ്. ഓക്കെ, നമ്മൾ 11 മണിക്ക് പുറപ്പെട്ടാണ്. കറക്റ്റ് ഏകദേശം 3 മണിക്കൂറിന് അടുത്തെടുത്തു. അത്യാവശ്യം നല്ല ജേർണി ആയിരുന്നു കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഒന്ന് ഇരുന്ന് ഇറങ്ങി എണീറ്റപ്പോഴേക്കും അവിടെ എത്തി. നല്ല റേറ്റ് കുറവാണ് കേട്ടോ അവിടെ. സോ നമുക്ക് ചെക്ക് ചെയ്യാം.